ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ JSSMER ക്രൂയിസ് മിസൈലുകൾ യുദ്ധഭൂമിയിലേക്ക് എത്തിക്കുന്നുവെന്ന് റിപ്പോർട്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും ബ്രിട്ടനിലെ ഫെയർ ഫോർഡിലേക്കും മാറ്റാൻ ഇതിനോടകം ഉത്തരവിട്ടിട്ടുണ്ട്. 600 മൈലിലധികം ദൂരപരിധിയുള്ള ഈ സ്റ്റെൽത്ത് മിസൈലുകൾ ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ശേഷിയുള്ളവയാണ്. ഏകദേശം $1.5 ദശലക്ഷം വില വരുന്ന മിസൈലുകളാണിവ. ഇറാന്റെ വ്യോമ പ്രതിരോധം ദുർബലമാക്കിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ അവർ നേരിടുന്നുണ്ട്. ഇറാനെതിരായ സൈനിക നീക്കത്തിന്റെ ആദ്യ ആഴ്ചകളിൽ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന 2300 മിസൈലുകളുടെ ശേഖരത്തിൽ ഇപ്പോൾ 425 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൽ 75 മിസൈലുകൾ തകരാറുകൾ മൂലം ഉപയോഗിക്കാൻ കഴിയാത്തവയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഈ ആഴ്ച അമേരിക്കയുടെ 2 F-15 യുദ്ധവിമാനവും ഒരു A-10 വിമാനവും ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. കൂടാതെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ 2 ഹെലികോപ്റ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും 10ലധികം MQ-9 ഡ്രോണുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. B-52 ബോംബറുകൾ ഇപ്പോൾ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറക്കുന്നുണ്ടെന്നും ഇത് വ്യോമ മേഖലയിൽ അമേരിക്കയുടെ മുന്നൊരുക്കത്തിന്റെ സൂചനയാണെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു. അതേസമയം 48 മണിക്കൂറിനുള്ളിൽ സമാധാന ഉടമ്പടിക്ക് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ തള്ളിയിരുന്നു. ബലഹീനവും പരിഭ്രാന്തവും സമചിത്തതയില്ലാത്തതും ബുദ്ധിശൂന്യവുമായ നടപടിയാണ് ട്രംപിന്റെ ഭീഷണിയെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിങ്ങൾക്ക് നരകത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടുമെന്നും റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇറാൻ ഒരു കരാറിലെത്തുകയോ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ആവർത്തിച്ചിരുന്നു. ഇറാനോട് ഒരു കരാർ ഉണ്ടാക്കാനോ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനോ 10 ദിവസം നൽകിയത് ഓർക്കുന്നുണ്ടോ എന്നും ട്രംപ് ചോദിച്ചിരുന്നു. അതേസമയം തീർന്നുകൊണ്ടിരിക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ അവർക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഇസ്രയേലും സമ്മർദ്ദം ശക്തമാക്കി. ഇറാനിയൻ ഊർജ്ജ സംവിധാനങ്ങളെ ലക്ഷ്യമിടാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്നും US-ൽ നിന്നുള്ള അനുമതി കാത്തിരിക്കുകയാണെന്നും ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അടുത്തയാഴ്ച തന്നെ ഇത്തരമൊരു നടപടി ഉണ്ടായേക്കാമെന്ന് ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു. തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകൾക്കുള്ള സാധ്യത ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലൂടെ US-ഉമായുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ട്രംപിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം പ്രകടമാക്കിയിട്ടില്ല. തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച യുദ്ധത്തിന് ശാശ്വതവുമായ ഒരു അന്ത്യം ഉറപ്പാക്കുന്നതിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അരാഗ്ചി പറഞ്ഞു. എന്നാൽ ടെഹ്റാനിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളെ വധിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇറാനിലെ നിരവധി സൈനിക നേതാക്കളെ വധിച്ചതായി ട്രംപ് അവകാശപ്പെട്ടത്. ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റേതെന്ന് അവകാശപ്പെട്ട 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യവും US പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. ഇറാനെ വളരെ മോശമായും അവിവേകത്തോടെയും നയിച്ച നിരവധി സൈനിക നേതാക്കൾ ടെഹ്റാനിൽ നടന്ന വൻ ആക്രമണത്തോടെ അവസാനിപ്പിക്കപ്പെട്ടു എന്നായിരുന്നു വീഡിയോ അടക്കം ട്രംപ് കുറിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യം പങ്കുവച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴാണ് ആക്രമണം നടത്തിയതെന്നോ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നോ വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.